കലാസ്നേഹികളെ 2011 വോഡാഫോൺ കോമഡി സ്റ്റാറിൻ്റെ ഏറ്റവും മികച്ച കോമഡിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്കിറ്റാണ് ഇവിടെ ഈ കൊച്ചു കലാകാരന്മാരോട് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പേര് ഫസ്റ്റ് നൈറ്റ്. താങ്ക് യു. ഞാൻ പാത്തിരിക്കുകയായിരുന്നു. എന്തിന്? ആൾക്കാരൊക്കെ ഒന്ന് പോണ്ടേ? എന്താ നാണം ഉണ്ടോ? ഏയ്, എനിക്കൊരു നാണവും ഇല്ല. എനിക്കറിയാം നീ നാണോ മാനോ ഒന്നും ഇല്ലാത്തവളാണെന്ന്. പക്ഷേ വീട് വിട്ടിറങ്ങിന്റെ ചെറിയൊരു പേടിയുണ്ടല്ലേ? ഏയ്, ഈ കൊക്കത്ര കൊള്ളം കണ്ടതാ. ഈ കൊക്കിനെ ഞാനങ്ങ് കൊന്ന കറി വെച്ച് തിന്നട്ടെ. കറി വെച്ച് തിന്നുന്നതൊക്കെ കൊള്ളാം. എല്ല് തൊണ്ടേ കുരുങ്ങരുത്. അയ്യോ, ഒരു തമാശക്കാരി തുള്ളി അതെച്ചിരി പറഞ്ഞു കേട്ടല്ലോ. പെണ്ണ് കാണാൻ വന്ന ദിവസം തൊട്ടേ ആലോചിച്ചതാ എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നു. അതിനെന്താ ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് സംസാരിച്ചു. പോയില്ലേ? അതല്ല, പിന്നെ എന്റെ കുസുമത്തോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. അങ്ങനെ പറ, നമുക്ക് ഹണിമൂൺ ട്രിപ്പ് ഊട്ടി പോയാലോ? അയ്യോ, ഊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ? ഊട്ടി എന്ന് പറഞ്ഞാലൊന്നും ഒരു തണുപ്പില്ല. പിന്നെ കാശി ഇടവാക്കി നമ്മളവിടെ ചെന്നാലേ ഉള്ളു തണുപ്പ്. ഇതൊക്കെ എന്റെ കുസുമത്തിന് ആരോ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നതാ. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. സമയത്ത് ഒമ്പതിനായില്ല. അതിനെ കഥങ്ങ് അടച്ച. അല്ല, പിന്നെ ഒരു അറിഞ്ഞൂടാത്ത പെണ്ണോട് ഒറ്റയ്ക്ക് വന്നിരിക്കാൻ നേരത്തെ ഞാൻ പിന്നെ എന്തുവാ ചെയ്യാ? അറിഞ്ഞൂടാത്ത പെണ്ണ്, പരിചയമില്ലാത്ത പെണ്ണു ചെറുക്കന്റെ ഭാഗം മധ്യഭാഗം കണ്ട അച്ഛൻ മരിച്ചിട്ട് 10-15 വർഷമായി. അയ്യോത്തരി കളവി ഇവിടെ നല്ല വിചാരത്തിനുണ്ടോ? നിങ്ങൾ ഇത് ചോദിക്കാനാണോ അമ്മ ഈ രാത്രി ഇങ്ങോട്ട് കയറി വന്നത്? അതൊന്നല്ല. എന്റെ മരുമോള് പറ, അവളെന്തി എന്റെ മോളെ പറ. കുസുമ അല്ല, ഇതാരും അമ്മയായിരുന്നു. പിന്നെ നീ എന്ത് കരുതി? ഞാൻ കേട്ടതല്ല റെയ്ഡും ആയിരിക്കും. എത്ര കാലം കൊണ്ട് പറയുന്നു ഇവിടെ വിറകിന്റെ പരിപാടിയൊക്കെ മാറ്റി നാളെ തന്നെ ഗ്യാസ് കണക്ഷൻ എടുത്ത് കൊടുക്കണമെന്ന്. എന്തോന്ന് ഗ്യാസ് കണക്ഷൻ? എടി, നാളെ തൊട്ട് ഈ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ. എടി, അതാ പറയുന്നത് സ്നേഹമെന്ന്. ഇതാണ് സ്നേഹം. സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ പറയാനല്ലേ ഇവിടെ ഈ വീട്ടിൽ വിളക്കാണെന്ന്. ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന കാണണം.
പെണ്ണ് കണ്ടിട്ടാ പറ്റി ഒരു കല്യാണം ഓക്കെ ആയത്. ഒരു കരുണ കാണിയമ്മ. ഇന്ന് രാത്രി തന്നെ അമ്മായിയമ്മ പോയിട്ടല്ലേ? നിനക്കെന്ത് വയ്യേ? ഒന്നുമില്ല. നിനക്കെന്ത് വയ്യേ? ഇല്ല. നോക്ക് ചൂടുവെള്ളം എടുക്കട്ടെ. ചൂടുവെള്ളം വേണ്ട. കട്ടൻ ചായ എടുക്കട്ടെ. കട്ടൻ ചായ വേണ്ട. കട്ടൻ ചായ ഇല്ല, ഒന്നും വേണ്ട. എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് നോക്കണം. നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? എന്റെ പൊന്നമ്മച്ചി 10-26 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ ഈ കിടന്ന് നോക്കുന്നേ. വല്ല ഗതി എനിക്ക് പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. തീരെ അങ്ങ് വയ്യ അല്ലേടാ? ഇല്ല. കട്ടൻ ചായ വേണ്ടമ്മ. ചൂടുവെള്ളം വേണ്ട. കട്ടൻ ചായ വേണ്ട. വേറൊരു കാര്യം, എന്തുവാ? നാളെ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരും. വരുമ്പോഴേ നാരങ്ങ പിടിച്ചു കൊടുക്കണം. ആ നാരങ്ങ ഇങ്ങോട്ട്. നാരങ്ങ നാരങ്ങ എവിടെ വെച്ചിരിക്കുന്ന? കട്ടിലിരിക്കുന്നു. ഈ കട്ടിലിനടിയിലെ നാരങ്ങ കൊണ്ടുവയ്ക്കാൻ കട്ടിലുള്ളൂ ഈ വീട്ടിൽ. അങ്ങോട്ട് ഇല്ല മതി, മുറുക്കാനും കൂടെ കൊണ്ടുവയ്ക്കോ. മുറുക്കാൻ ചോദിച്ചില്ലല്ലോ. അതിന്റെ പേര് പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഒരു വേസ്റ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ. വയ്യേ? ഒന്നുമില്ല മക്കളുടെ അത് ചൂടുവെള്ളം. എനിക്ക് ചൂടുവെള്ളം വേണ്ടമ്മ. നിങ്ങളുടെ കട്ടൻ ചായ? കട്ടൻ ചായം വേണ്ട, ചൂടുവെള്ളം ഒന്നും വേണ്ട. കട്ടൻ ചായ ചൂടുവെള്ളം ഒന്നും വേണ്ട. ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങോട്ട് പോട്ടെ. ശരി. ഞങ്ങൾ പോകാൻ പോകട്ടെ. വേണ്ടോ തിരക്കെ പോട്ടെ. മോളെ പോട്ടെ. അമ്മ ഇങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. അല്ലെങ്കിൽ എന്റെ ചക്കര വേണം മാറ്റിയെടുക്കാൻ. ചക്കര മാറ്റിയെടുത്ത വാറ്റിയാരം ഉണ്ടാക്കി നെറ്റേക്കാരെ വിളിച്ചത് പോന്നില്ലയോ? അമ്മയുടെ സ്വഭാവം മാറ്റുന്ന എന്താ? അമ്മയെ കണ്ടപ്പോ അങ്ങ് പേടിച്ചു പോയോ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഇനി ഒന്നും പേടിക്കാനില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ഈ തള്ളേനെ എലിവട്ടം കൊടുത്ത് കൊല്ലത്തേ ഉള്ളൂ. എന്താണ് തട്ടി തുറക്കാതെ വരുന്നു? മറിച്ചൂടും. ആരെയാണ്? ക്ലാസ് എടുക്കാൻ വന്നതാ. പ്രസന്റ് സാർ, ഏത് കോളേജ് അധ്യാപകൻ? കോളേജ് അധ്യാപകനല്ല, ഞാൻ പാചകക്കാരൻ കുരുട്ട് വിജയം. പാല് കൊണ്ടുവന്ന ക്ലാസ് കൊണ്ടുവന്ന് വന്നതാ. കുരുട്ട് വെച്ചാൽ നീ ഇരുട്ട് വാക്കിനോട് ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയല്ല. നിനക്കൊരു മര്യാദയില്ല. ഈ സമയത്ത് അവരോട് ഒരു മണിവരെ കയറി വരുന്നത്. ചേട്ടനും ഞാനുമായിട്ടുള്ള സോഷ്യൽ മെന്റാലിറ്റി സോഷ്യൽ നിനക്ക് സോഷ്യലിസ്റ്റ് കാണിക്കാത് കാർൽ മാക്സിന്റെ മുറിയല്ല, കട്ടപ്പണി ചോക്കുന്ന സുധാകരന്റെ മുറിയാ. നിന്റെ കണ്ണി കുരു. എടാ ആ ഗ്ലാസ്സിൽ പാലിരിക്കുന്നതാണോ? നീ ഏതാ പാലിരിക്കുന്നത്? അത് കുടിച്ചിട്ട് ഇപ്പോഴും തരാമെന്ന് പറഞ്ഞില്ല. അത് കുടിച്ചിട്ട് എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. ആ ഗ്ലാസ്സിന് എത്ര വേണം? 25 രൂപ. ഈ സമയത്ത് കൂടും. 25 രൂപ പോയാ ഇതിൽ ഒഴിച്ച് അടിക്കാൻ ഒരു പൈൻറ്റ് വാങ്ങാനുള്ള കാശും കൂടാ. എടാ ഈ സമയമായോണ്ട് അല്ലാതെ നീ ചത്തു വീണ റീത്തിന് പോലും തരാത്തവൻ അറിയാം. അവരെങ്കിൽ ദൂരം മോളെ അതൊക്കെ ഞാൻ ഡീൽ ചെയ്ത് വിട്ടു. അയ്യാൻ പോയില്ല. ഇനി എന്തുവാ നിനക്ക് വിടാം? എന്തൊരു ചരിവ് ഇവിടെ ഉണ്ട്. അതിന്റെ ചരിവം ഇത് അണ്ടാവല്ലേ? എന്റെ പൊന്നു കുഞ്ഞ്, ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നിൽക്കരുത്. പിന്നെ ഇങ്ങനെ നിൽക്കണം. പറഞ്ഞു കേട്ടല്ലോ, നാട്ടുകാരെ കൊണ്ടുവരൊന്ന് പറയിപ്പിക്കാനായിട്ട്. എനിക്ക് വയ്യ. അയ്യോ അങ്ങനെ വിളിക്കില്ല നീ എന്നെ. അതൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. കാര്യം നിങ്ങൾ എന്തിനാ അമ്മ ഈ പരിസരത്ത് കിടന്ന് കറങ്ങുന്ന? നിങ്ങളെന്ന് 9 മണി തുറക്കുന്ന നാളെയല്ലായിരുന്നോ? ഇന്ന് നിങ്ങളെ കണ്ണടക്കത്തില്ലയോ? ഒന്ന് പറ. ചെറുക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. എനിക്ക് വയ്യടാ. കുഴപ്പമില്ല, ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കട്ടെ. എന്റെ ദൈവമേ, ഈ വീട്ടിൽ ഇതിനു വേണ്ടി ചൂടുള്ളത് എവിടെ കിടക്കുന്നത്? കളത്ത് ചിത്രയ്ക്കാണാ ചൂടുവെള്ളത്തിൽ മുക്കിയായിട്ട് ഇറങ്ങത്തുള്ളോ? ഓക്കെ എന്റെ പൊന്നമ്മച്ചി, ഒരു അമ്മയുടെ അടുത്ത് ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല. എന്തൊന്നും ചോദിച്ചു പോവുകയാണ്. ചോദിക്കും. ക്ഷമിക്കണമല്ലോ. നിങ്ങളുടെ ആദ്യ രാത്രി ഞാൻ വന്ന് ശല്യപ്പെടുത്തിയായിരുന്നോ? വൈകേ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചൂടുവെള്ളം വേണ്ടേ? അപ്പൊ ഞങ്ങോട്ട് പോട്ടെ. ഫോട്ടോ എടുക്കാം. ഫോട്ടോ അടി. കഥ കടത്തിടണം കേട്ടോ. സല്ലപിക്കരുത്. ഓ ഇല്ല. ഇനി ഒന്നും പേടിക്കാനില്ല. അമ്മയെ പറഞ്ഞു വിട്ടു, പാചകക്കാരനെ പറഞ്ഞു വിട്ടു, നാരങ്ങ എടുത്തു കൊടുത്തു, കഥ കടത്തി ചെലടച്ചു. ഇനി ചേട്ടന്റെ വായും കൂടെ കാണിച്ചു. അതും അടച്ചു. എന്തോ ഒരു കാര്യം എനിക്ക് ചോദിക്കാം. എന്തോ കിട്ടു?
പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസത്തിലായിരുന്നു. ഇനി ചേട്ടന് ഒരു മാസത്തേക്ക് ജോലിക്കൊന്നും പോകണ്ട. കല്യാണം കഴിഞ്ഞ തറവാട്ടി കയറിയിരിക്കുന്നതല്ലേ നമ്മുടെ സ്വഭാവം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് വേണം. നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? എന്തോന്നു? സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ച് ആപത്ത് കാലത്ത് നമുക്ക് താപത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് നമ്മൾ റബ്ബർ വെച്ചാലോ? ആപത്ത് കാലത്ത് വയറ്റിലേ ഉള്ളൂ. അതൊന്നും പറയാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ കുസുമം എന്റെ പൊന്നു മോനല്ലാണ് നീ അച്ഛന്റെ അമ്മയുടെ കുടുംബം കിടയടാ. മാമനോടെ കിടക്കാതിരുന്ന മാമ എന്തൊക്കെ മേടിച്ചു തരാന്നറിയാമോ? വീഗാലാൻഡ് കൊണ്ടുപോകാം, മഞ്ചു മുട്ടായി മേടിച്ചു തരാം, മോന് പുതിയ ഉടുപ്പും കാറ്റും മേടിച്ചു തരാം. ഇനി പറ മാമനോടെ കിടക്കണം. കൊച്ചി കിടക്കാനാവും കേട്ടോ. ഇതിന്റെയൊക്കെ പിന്നണി വരാന്നറിയാമോ? മനഃപൂർവ്വ എന്റെ വീട്ടുകാർ ചെയ്യുന്ന പ്ലാനിങ് ആയത്. കാരണം ഞാനൊരു കന്യകനാണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഈ വീട്ടിൽ എത്ര മുറിയുണ്ട്? ആരെയുണ്ട്? ഈ കട്ടിലാണ് തിരക്കരെ പറഞ്ഞ് വിട്ടിരിക്കുന്നത് എന്റെ അളിയെ. നാളെ നേരം വെളുക്കും അവിടെ മണ്ഡലം വേണ്ടി കത്തിക്കും. ഒന്നും ചെയ്തല്ലെങ്കിൽ ജീവിതം അത് പറഞ്ഞേ പറ്റേ. എന്റെ സ്വഭാവം തിരക്ക് പോലും അറിഞ്ഞൂടെ പറഞ്ഞാണല്ലോ. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. ഇതല്ലേ എന്റെ കുഴപ്പം. ഞാൻ ദേശിച്ചിട്ടുള്ള വല്ല കാര്യമുണ്ടോ? ഇതെന്റെ ആദ്യ രാത്രിയല്ലേ, അല്ലാതെ നിന്റെ അല്ലല്ലോ. എന്നെ കൊണ്ട് അതും ഇതും വിളിച്ച് പറയിപ്പിക്കല്ലേ. ഇതൊന്നും സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ കുസുമം രണ്ടിലൊന്നേ വാഴ കാണുന്നില്ലല്ലോ ദൈവമേ. ഒന്ന് ഈ ജീവിതം അല്ലെങ്കിൽ ജയിൽ. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മതി. പാല് കുടിച്ചിട്ട് പാല് ഇന്നാരാണെന്ന് എനിക്ക് ഇന്നൊന്നും അറിയണം. രാത്രി കമ്മൻ തൊടിയൊക്കെ വെച്ച് ഞാനേ ഒരു ചക്ക കുത്തിയിടാൻ നോക്കിയത്. പാതരാത്രി കാണണോ ചക്ക? അല്ല അമ്മാവൻ എന്താ ഇവിടെ? ഞാനേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ലേ രാത്രി, യാത്ര പറയാൻ വേണ്ടിട്ട് വന്നു. അയ്യോ അമ്മാവ് യാത്ര പറയാൻ വന്നേതാ? ഞാൻ തറവാട്ടിലേക്ക് പോവാ. തറവാട്ടിലോട്ട് പോവാണ്. തറവാട്ടിൽ പോവാ. അതുമല്ല ഇവിടെ AC ഇല്ല. അയ്യോ അമ്മാവൻ AC ഇല്ലാതെ കിടക്കാൻ AC ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. പറ്റില്ല. നിന്റെ അമ്മാവി മരിച്ചിട്ട് ഞാൻ മരണം അറിയിച്ചു. നീ വന്നില്ല. അപ്പൊ ഇപ്പോഴെങ്കിലും വരണം. അതിന്റെ കുറവ് ഇപ്പൊ നടത്തണം. ഒരു ദിവസം പോണേ നമുക്ക് രണ്ടുപേരും കൂടെ തറവാട്ടിൽ വരണം. കടയിൽ പോണ്. നിന്റെ തറവാട്ടിൽ അടിച്ച് പൊള്ളിക്കാൻ പറ്റില്ല. AC ഇല്ലാണ്ട് പറ്റില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്റെ എല്ലാവരും അനുഗ്രഹം മേടിച്ചിരുന്നു. എല്ലാവരും അനുഗ്രഹം അങ്ങോട്ടാവും. ഞാൻ അങ്ങോട്ടാണ്. ശരി അമ്മാവ. മക്കൾ എന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല, കഥ അമ്മാവൻ അടയ്ക്കും, ഞാൻ അടയ്ക്കണം. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കൂലി കൊടുത്തതാ ഈ പട്ടിക്ക്. അവൻ രാത്രി യാത്ര ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് അടുത്ത കളവൻ. അവന്റെ തറവാട്ടി ചെന്ന് കയറാൻ അവന്റെ തറവാട്ടി. ഇവിടെ എന്റെ തറവാട്ടി സമാധാനം തരുന്നില്ല. പിന്നെ അവന്റെ തറവാട്ടി ചെന്ന് കയറി കൊടുത്ത നീ അവന്റെ തറവാട് കിട്ടുന്നുണ്ടോ? 2 മരക്കൊമ്പും 4 ഗിറോലയും ചേർത്ത് വെക്കുന്നതാ തറവാട്. തറവാട് കട്ടിക്ക് വന്നിട്ട് പോയില്ലേ? AC ഇല്ലാതെ ഉറങ്ങൂല. ആ മറ്റുള്ളവരെ AC ഇല്ലാതെ ഉറങ്ങൂല. കോഴിയെ കെട്ടി തൂക്കിട്ട് കാറ്റ് കൊള്ളുന്നവരാ AC. ഇപ്പൊ അവര് AC ചവിട്ടി കൊന്നതാ. സുധാകരൻ ഇനി വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വന്ന് കുട്ടിയാൻ പോലും തുറക്കത്തില്ല. ഇത് സത്യം, സത്യം, സത്യം. അയ്യോ സുധാകരൻ, നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റാവുന്ന ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. അതെ, എന്റെ കുസുമം. സുധാകരേട്ടാ
നാളത്തെ സുധാകരന്റെ ആദ്യ രാത്രിയിൽ എന്താവുമോ ആവോ, കാത്തിരുന്ന് കാണാം. Thank you. That was a super performance. Did you all like it? So next we have a very traditional dance which is very popular in the northern states of India. It's called Dandiya. So with a Dhamaka performance, let's welcome Alisha, Riya, Binda, Irene, Ashley and Anjana once more.
gosh, that was amazing. Next up, let's welcome Michael Jackson reborn as Alan Sheridan on stage for a ground-shaking performance. Let's all give him a round of applause. हसीना वो नीलम परी कर गई कैसी जादूगरी नींद आंखों से छीन दी है दिल में बेचैनियां है भरी वो हसीना वो नीलम परी कर गई कैसी जादूगरी नींद आंखों से छीन दी है दिल में बेचैनियां है भरी मैं बेचारा हूँ आवारा बोलो समझाऊं मैं ये अब किस किस को मेरे दर्द जिसको दर्द जिसको दर्द जिसको दिल में मेरे दर्द जिसको दर्द जिसको
let's welcome Leona, the super dancer, on stage for a mind-blowing performance.
Thank you once again, girls. Let's give them another round of applause. Okay, now we have a really small but really wonderful and powerful dancer here to astound you in her movements. So now we have Natanya on the stage.
chicken பண்ண ருசி பார்க்கவா தினம் சேர்த்து வச்ச ஆசையெல்லாம் தீர தீர வாடா வாடா பையா என் வாசம் வந்து போயா என் வாசம் காட்டி வந்து என் வாசம் வாங்கி போயா என் ராத்திரி என்ன வகுனை நட்சத்திரம் வகுனை நடமாடும் காம கோவில் நீ ஆடை கட்டும் நட்பு என் ஆசைகளும் சாம்பல் நான் உள்ளாடும் காதல் பொங்கு நீ பாடு பாடு சொக்க பாடு என் பொட்டி தடி தேகத்தோடு அட பாட வாசம் பாடு வாடா பையா അങ്ങനെ ഒരു ഓണക്കാലത്ത് ഇന്ന് തുടർന്ന നാടകം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഓണം എന്നും പ്രവാസികളായ നമുക്ക് നൽകുന്നത് ഗൃഹാതുരത്വ ചിന്തകളാണ്. വള്ളംകളിയും തിരുവാതിരയും ഓണപ്പാട്ടും അങ്ങനെ എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഓണക്കാഴ്ചകൾ ഒരുക്കി കാത്തിരിക്കുന്ന ഒരച്ഛൻ്റെ ആത്മനൊമ്പരങ്ങളുടെ ആവിഷ്കാരമാണ് ഈ നാടകത്തിൻ്റെ ഉള്ളടക്കം. ഇതിലെ കഥയോ കഥാപാത്രങ്ങളോ ആരുമായി സാമ്യമില്ല, വെറും യാദൃച്ഛികം മാത്രം. ഓണം ആഘോഷിക്കുന്ന ഓരോ മലയാളിയുടെയും ആത്മനൊമ്പരങ്ങളോട് ചേർത്ത് ഞങ്ങൾ അവതരിപ്പിക്കട്ടെ അങ്ങനെ ഒരു ഓണക്കാലത്ത്. തെറ്റുകളും കുറ്റങ്ങളും സദയം ക്ഷമിക്കുക. എന്റെ ആത്മാവിൻ്റെ ഉള്ളറകളിലെവിടെയോ ശൈശവത്തിൻ്റെ തേങ്ങൽ ഞാൻ കേൾപ്പൂ. ആരോടുമിണങ്ങാതെ പിണങ്ങാതെ ഞാനൊരു സ്വപ്നമായി താലോലിക്കുന്ന നൊമ്പരമായി തീർന്നതെപ്പോഴോ. ആരുമില്ലിവിടെയൊരു ആശ്വാസവാക്കു തീർക്കുവാൻ. എങ്കിലും ഈ വിജനത്തിലേകാന്ത ഭവനത്തിൽ തഴുതിട്ട കതകിൻ പിറകിൽ തളർന്നിരുന്നിടറുന്ന മിഴികളാൽ തിരയുന്നീ ശൈശവത്തിൻ നഷ്ടമാമോർമ്മകളിലെവിടെയോ ഒരച്ഛന്റെ സ്നേഹമാലിംഗനം. നഷ്ടമാം സ്നേഹം തിരതല്ലുമീ ജീവിത സ്പന്ദനങ്ങളിൽ കൂട്ടിപ്പിടിപ്പി രാമൻ നായരെ, എന്താ മാഷേ? മാഷ് വിളിച്ചോ? താനിത് എവിടെ പോയി കിടക്കുകയാണ്? തനിക്കൊരല്പം നേരത്തെ വന്നുകൂടെ? വീട്ടിലൊരല്പം തിരക്കിലായിപ്പോയി മാഷേ. തനിച്ച് എന്ന് മടുത്തതോളൂ. ആരോഗ്യം വളരെ മോശം. വടിവല്പം കൂടുതലായില്ലേ? താനറിഞ്ഞോ? ഉണ്ണി വരാൻ തീരുമാനിച്ചു ഈ ഓണത്തിന്. നന്നായിപ്പോയി മാഷേ. അവൻ ഇപ്പോഴെങ്കിലും ഒന്ന് തോന്നിയല്ലോ ഈ അച്ഛനെ വന്നൊന്ന് കാണാൻ. നന്നായി നന്നായി. കുട്ടികൾക്ക് തിരക്കല്ലേ? താൻ അത്യാവശ്യമായി കുറെ പണക്കാരെ കൊണ്ടുവരണം. മൊത്തം ഒന്ന് വെള്ള പ്രശ്നം.
എല്ലാം ഒന്ന് വൃത്തിയാക്കണം. നല്ലൊരു ഊഞ്ഞാല് കെട്ടണം. കുട്ടികൾക്ക് അത് സന്തോഷമാകും. അതെല്ലാം ഞാൻ ഭംഗിയായി നോക്കിക്കൊള്ളാം മാഷേ. എന്നാൽ ഞാനിങ്ങോട്ട് ഇറങ്ങട്ടെ മാഷേ. എല്ലാവർക്കും തിരക്കാണ്. തിരക്കൊന്നുമില്ലാത്ത ഞാനും ഈ വീടും ബാക്കിയായി. ഒന്നിങ്ങോട്ട് വരിക. എന്താ മനുഷ്യ വിളിച്ചു പോകുന്നത്? ഏതായാലും ഈ വർഷത്തെ ഓണത്തിന് നാട്ടിൽ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അച്ഛനോട് ഞാൻ വിളിച്ചു പറയുകയും ചെയ്തു. ഭാഗ്യമെന്ന് പറയട്ടെ, ഹോളിയുടെ സമയത്തിന് ശരിയായി. നാടും ഓണവും അച്ഛനെയും കണ്ടിട്ട് ഒരുപാട് നാളായി. പാവം ഒറ്റയ്ക്കാണ് അവിടെ. ഇനി അങ്ങോട്ട് പോകാത്തതിന്റെ കുറവേ ഉള്ളൂ. നിങ്ങൾ തന്നെ പോയിട്ട് വന്നാൽ മതി. അവിടെ ആകെ കൊതുകും മണവും. കഴിഞ്ഞ പ്രാവശ്യത്തോടെ ഞാൻ പറഞ്ഞതാ നിങ്ങളോട്, ഇനി ഞാൻ ഇല്ലെന്ന്. എന്നോട് ചോദിക്കാതെ ഓരോന്ന് ചെയ്തിട്ട്. പിന്നെ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഫ്ലോറിഡയ്ക്ക് മക്കളുമായിട്ട്. പറഞ്ഞില്ല എന്ന് പറയരുത്, എനിക്ക് ഓണമൊന്നുമില്ല. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൂടെയുള്ള ഓണം എത്ര രസമായിരുന്നു. തുണ്ടിയും പുലികളെയും തിരുവാതിരയും ഓണപ്പാട്ടുകളുമായി അങ്ങനെ ഒരുപാട് ഓർമ്മ.
രാമൻ നായരെ, കുട്ടികൾ എന്നാ വരുന്നത്? രാമൻ നായരെ, താൻ ആ ഓണപ്പുഴകളൊക്കെ ഒന്ന് എടുത്തു വെക്കുക. കുട്ടികൾക്ക് പാകമാകുമോ എന്തോ. മാഷി ഒരല്പം കൂടി വിശ്രമിക്കുക. സാധിക്കട്ടോ, മനസ്സിലാദ്യം കാണാൻ. ഇന്നലെ ഞാൻ ഉണ്ണിയെ സ്വപ്നം കണ്ടു. അവൻ വല്ലാതെ മാറിയിരിക്കുന്നു. മാഷേ, കുട്ടികളൊക്കെ എത്തിയോ? തിരുവോണമായിട്ട് മാഷിങ്ങനെ ഇരുന്നാ മതിയോ? അവര് വരില്ല രാമൻ നായരെ. അവര് അവധിക്കാലം മറ്റെവിടെയോ പോകാൻ തീരുമാനിച്ചത്രേ. ഇനി ഇത് തനിക്കിരിക്കട്ടെ. എനിക്ക് കുടുംബമായിട്ട് ഞാനാവുന്നത്. എന്റെ ആത്മാവിന്റെ ഉള്ളകളിലെവിടെയോ ശൈശവത്തിന്റെ തേങ്ങൽ ഞാൻ കേൾക്കൂ. ആരോടും ഇണങ്ങാതെ പിണങ്ങാതെ ഞാനൊരു സ്വപ്നമായി താലോ